Okay guys, welcome to our YouTube channel Alhan Vlogs. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആഫ്രിക്കൻ മൊയിൻ്റെ വാട്ടർ ചേഞ്ചിങ് ആണ്. കൂടെ നമ്മളുടെ കുറേ മീനുകളുടെ പിന്നെ ഫാമൊക്കെ കാണിക്കാം നമ്മളുടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മളുടെ താറാവ്. ഇതാണ് നമ്മളുടെ താറാവ് പിന്നെ കോഴികളും. ഇത് മിഞ്ഞാന്നിട്ട് വാങ്ങിച്ചാണ്, കുട്ടികളാണ്. പിന്നെ താഴെ കുറച്ച് കോഴികളുണ്ട്. പിന്നെ നമ്മളുടെ ഇതാ മുഷിൻ്റെ ഇതാണ് നമ്മൾ മുഷിൻ്റെ ടാങ്ക് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ബക്കറ്റാണ്. ഫുള്ളും അഴുക്ക് കൂടിയിരിക്കണേ. ഇതാ നമ്മൾ ആലുമ നമ്മളെ മോൺസ്റ്റർ കിണറ്റിൽ നോക്കണുണ്ട്. ആലും ഇതാ മോൺസ്റ്റർ കിണറ്റിൽ നോക്കാണ്. ആലമ്മ എങ്ങോട്ട് വേടാ? മോൺസ്റ്റർ കിണറ്റിൽ എന്തെങ്കിലും കണ്ടതാ ഗായ്സ്? ആ മോൺസ്റ്റർ കിണറ്റിൽ ഫുള്ളും കുറേ മീനുകളുണ്ട്. മോൺസ്റ്റർ ഫിഷാണ്, കുറേ മോൺസ്റ്റർ ഫിഷുകളുണ്ട്. ഇതിൽ കുറേ വാഹകളുണ്ട്. വാഹ എന്ന് പറയുന്നതിന് വലിയ ആഫ്രിക്കൻ മുഷിന് കിട്ടിയത് ഇതിൻ്റെ വലിയൊരു ആഫ്രിക്കൻ മുഷി ഉണ്ട് കേട്ടോ. ആഫ്രിക്കൻ മൊയ് ഉണ്ട്, ഇത്രയും വലുപ്പം വരുന്നു. ആ ആഫ്രിക്കൻ മൊയിൻ്റെ കുട്ടികളാണ് ഞാൻ എടുത്തത്. ഇനിയൊരു 10 കുട്ടികളെ ഞാൻ അതിൽ തന്നെ എടുക്കുന്നത്. അതിൽ 12 ഉണ്ട്. ഇത്രപോലെ ആഫ്രിക്കൻ മൊയ്യാണ് പ്രസവിച്ചപ്പോൾ കിട്ടിയ കുട്ടികളാണ്. നമുക്ക് നമ്മളെ വാട്ടർ ചേഞ്ചിങ് പോവാം ഗൈസ്. ഓക്കെ ഓക്കെ. ഇതാണ് നല്ല അഴുക്കുള്ള വെള്ളമാണ്, കണ്ട് ഓടി നടക്കണ്. ഇപ്പം തന്നെ കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കാം ഗൈസ്. ഇതാണ് നമ്മൾ ഫുഡ്. ഇത് ചെമ്മീൻ തീറ്റാണ്. ഇത് ഇവരുടെ ഫേവറേറ്റ് ആണ്. പിന്നെ ഞാഞ്ഞൂൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. കണ്ട ആർത്തിയോടെ തിന്നുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഓവർ ഫുഡായാൽ ചിലപ്പോൾ ചാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം തീറ്റ ഇട്ട് കൊടുത്തിട്ട് അടുത്ത ദിവസം തീറ്റ ഇടാതിരിക്കുക, അല്ലെങ്കിൽ ഇത് ഓവർ ഫുഡായിട്ട് ചാവും. ഇതന്നെ ഞാനിപ്പോൾ കുറേ മാസങ്ങളായിട്ടാണ് ഇരിക്കണത്. ഞാൻ എടുത്തപ്പോൾ ഇത്ര ചെറിയ കുട്ടികളായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഈ വിരലിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പിന്നെ വലുതായിട്ടാണ് ഗൈസ്. കണ്ട ഒരു ആർത്തിയോടെ തിന്നണ്. ഇതിൽ മൊത്തം 12 ആഫ്രിക്കൻ മുഷിയാണുള്ളത്. ഡാലമീൻ ഇതാ നമ്മൾ കുറച്ച് തീറ്റ കൊടുത്തിട്ടുണ്ട്, ഓനിട്ടിട്ടുണ്ട്. ആൽമുട്ട കണ്ട. ഇതിൽ ഏറ്റവും വലിയ ആഫ്രിക്കൻ മൊഴി കടിക്കൊക്കെ ചെയ്യും. കുട്ടികളായാലും കടിക്കും, ബട്ട് വേദനിക്കൊന്നുമില്ല. ജസ്റ്റ് കൊയ്ക്കളാക്കണ പോലെയാണ്. ഇതിലിപ്പോൾ ഹാൻഡ് ഫീഡ് ഞാൻ ചെയ്യലുണ്ട്. ഞാഞ്ഞൂളൊക്കെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ബട്ട് ബേബീസിന് ഈ ആഫ്രിക്കൻ മുഷിൻ്റെ ബേബീസിന് എത്ര വലിയ ഭക്ഷണമൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇത് വലുതായാൽ കോഴിക്കോടൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ചിക്കന് ഇതിപ്പോൾ നല്ല തിന്നുന്നുണ്ട്. ഇനി വാട്ടർ ചേഞ്ചിങ് നിന്നാൽ അത്ര ആക്റ്റീവ് ആവില്ല. അതിന് നമ്മളിതാ ഉപ്പ് എടുത്തിക്കണ്. പിന്നെ ഇതാ നമ്മളുടെ മരുന്ന് എടുത്തിക്കണ്. ഇത് ഫംഗി ബ്ലൂ എന്ന് പറഞ്ഞ മരുന്നാണ്. വീഡിയോയിൽ ഞാൻ ടാഗ് ചെയ്ത് വെക്കാം. ഇതിന് പിന്നെ കുറച്ച് രൂപ ഉള്ളൂ. ഞാൻ അക്വേറിയം ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചപ്പോൾ ഇതിന് വെറും 50 രൂപ ഉള്ളൂ. അപ്പോൾ നല്ല വിലക്കുറവിന് കിട്ടുന്നതാണ്. പിന്നെ ഇതിൽ 25 ml ഉണ്ട്. നമ്മൾ ആഫ്രിക്കൻ മുഷിയിൽ പിന്നെ ഏത് തീറ്റ ഇട്ടാലും അത് വടിച്ച് ക്ലീൻ ആക്കിയിട്ട് വെക്കുള്ളൂ. കണ്ടോ? പിന്നെ ആ കിണറ്റിലുള്ള ഫുള്ള് മോൺസ്റ്ററാണ്. അതിനെ ഞങ്ങൾ ഇട്ടിന്ന് തിലോപ്പി ഉണ്ടാകും കിണറ്റിൽ. പിന്നെ വലിയ ആഫ്രിക്കൻ മുഷി ഉണ്ട്. പിന്നെ നീലവാഹ ഉണ്ട്, മയിൽവാഹ ഉണ്ട്. പിന്നെ ഏറ്റവും നല്ലതായിട്ട് ഓസ്കാർ ഉണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട് ഗൈസ്. കണ്ടാ? ഇത് എത്ര ഫുഡ് ഇട്ടാലും വന്ന് കഴിക്കുക. ആഫ്രിക്കൻ മൊയ് എന്ന് വെച്ചാൽ അങ്ങനെയാണ്. നമ്മളോട് എത്ര ഫ്രണ്ട്ലി ആണെന്നറിയോ? പണ്ട് ഏറ്റവും ഫസ്റ്റ് വാങ്ങിച്ചപ്പോൾ ഒന്നും എന്നോട് എത്ര ഫ്രണ്ട്ലി അല്ലേന്ന് പേടിയായിന്ന്. ബട്ട് ഇപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയി. ഇപ്പോൾ ഇത് ഞാഞ്ഞൂളൊക്കെ മണ്ണീരൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ കഴിക്കൂ. അപ്പോൾ ഇത് നല്ല മീനാണ്,
നല്ല അക്കൗണ്ട് നിങ്ങൾ ഫിഷ് ഷോപ്പിലൊക്കെ പോയാൽ വിലക്കുറവിന് കിട്ടും. നല്ല മീനാണ് ഗായ്സ്. ഇതിപ്പോൾ ഞാൻ ഹാൻഡ് ഫീഡൊക്കെ കൊടുത്തു തുടങ്ങിയത് മിഞ്ഞാന്നൊക്കെയാണ്. പിന്നെ നമ്മൾ കിണറ്റിലുള്ള ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അത് ഫുള്ള് മോൺസ്റ്ററാണ് ഗൈസ്, ഫുള്ള് മോൺസ്റ്ററാണ്. ഈ ആഫ്രിക്കൻ മുഷിയൊക്കെ ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് എനിക്കിഷ്ടംപോലെ മീനുണ്ടായിരുന്നു, വാളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ പാർട്ട് ചേഞ്ചിങ്ങിന് പോവാം. ഫസ്റ്റ് നമ്മളുടെ വെള്ളം നിറക്കാം. ഇതിലാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഓർക്ക് വയറ് നിറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു ഫുഡ് കഴിച്ചിട്ട്. ഞാൻ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ മിക്കവാറും വയറ് നിറയലുള്ളത്, വയറ് വീർത്തിരിക്കും ഗായ്സ്. പിന്നെ ഗായ്സ് ഞാൻ എന്തിനാ ഈ ഓട് വെക്കണമെന്ന് അറിയാം, അത് ചാടി പോകാതിരിക്കാനാണ്, പിന്നെ കൊക്ക് ഇട്ട് ഒന്ന് കഴിക്കാതിരിക്കാനും. നമുക്കിനി നേരെ പിടിച്ചിടാം. ഇതിലിപ്പോൾ പണ്ടൊക്കെ പിടിക്കാൻ നല്ല ഈസിയാണ്, ഇപ്പോൾ പിടിക്കാൻ അത്ര ടഫാണ്. ഒരു ആഫ്രിക്കൻ മുഷിനെ കിട്ടിയിട്ടുണ്ട്. അടുത്ത ആഫ്രിക്കൻ മുഷിനെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ പിന്നെ ഫുള്ളും ആഫ്രിക്കൻ മുഷിയാണുള്ളത്, അതുകൊണ്ട് ഈസി ആയിട്ട് കിട്ടാം. അടുത്ത ആഫ്രിക്കൻ മുഷി നമ്മൾ ആഴമൊക്കെ ഇത് നല്ലപോലെ നോക്കിക്കാണ്. പിന്നെ ഈ ആഫ്രിക്കൻ മുഷീൻ്റെ വെള്ളം ചെടികൾക്കൊക്കെ നല്ലതാണ്, വളരെ നല്ലതാണ്. ഞങ്ങളിവിടെ ഉള്ള തെങ്ങിൻ്റെ അടുത്തേക്കാണ് ഇട്ട് കൊടുക്കണത്. ഇവരെ ഗ്രോത്ത് കണ്ട ഗൈസ്, നല്ല ഗ്രോത്ത് ഉണ്ട് ഇവർക്ക്. ഇതോ കണ്ടോ പെടയിന്. ഇത് ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് ഒരു ആഫ്രിക്കൻ മുഷി ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ കറി വെച്ച് കഴിച്ച്, കാരണം നല്ല വലുതായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ അതിനിടാൻ ഇവിടെ ഫിഷ് ടാങ്കൊന്നും ഇല്ലേന്ന്. ഇത് കഴിക്കാനും നല്ലതാണ്, ശുദ്ധജലത്തിലൊക്കെ ഉണ്ടാവുന്നതാണ്. ഇത് ഏറ്റവും ഫസ്റ്റ് ഉണ്ടായത് ആഫ്രിക്കയിലാണ്. ചില ആഫ്രിക്കൻ മുഷിയൊക്കെ ഉണ്ട് ഗൈസ്, അത് കിട്ടൂല. അപ്പം നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്താ ആ തെങ്ങിക്കാണ് നമ്മൾ ഈ വെള്ളമൊക്കെ കൊടുക്കുന്നത്. അടിയിൽ ഇഷ്ടംപോലെ ആഫ്രിക്കൻ മുഷി ഉണ്ടാവും. ഒരെണ്ണത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതാ. ഓ ഗൈസ്, ഇതൊന്നും അങ്ങനെ കിട്ടുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ പാടില്ല, ഇതിൻ്റെ ടാങ്ക്. കാരണം ഇത് ചാവും. ഈ സോപ്പ് എന്ന് വെച്ചാൽ കെമിക്കലല്ലേ കുറച്ചൊക്കെ, അതുകൊണ്ട് നമ്മൾക്ക് കെമിക്കലല്ല, ഫിഷൊക്കെ മീൻക്ക് ഫിഷിക്കൊക്കെ ഈ സോപ്പ് ഇട്ടിട്ട് ഇത് കഴുകിയാൽ അത് ചത്തുപോകും. അതാണ് നിങ്ങളുടെ അടുത്ത് അതിൽ വാട്ടർ പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് വാട്ടർ പ്ലാന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിട്ടിട്ട് കഴുകിയാൽ മതി. മാത്രമല്ല ഞാൻ എന്തുകൊണ്ടാണ് ഇതിൽ വാട്ടർ പ്ലാന്റ് ഇടാത്തതെന്ന് അറിയാമോ? ഞാൻ നിങ്ങളൊക്കെ വാട്ടർ പ്ലാന്റ് ഇട്ടിരുന്നത് ഫോക്സ് ടെയിൽ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ, ബട്ട് ആ പ്ലാന്റിൽ ഉണ്ടായതുകൊണ്ട് മുഷികൾക്കൊന്നും നല്ലപോലെ കഴിക്കാൻ പറ്റിയില്ല ഫുഡൊന്നും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ചെയ്തത്. പിന്നെ ഈ നീല കളർ കാണുന്നത് എന്തുകൊണ്ടെന്ന് അറിയോ? ഈ നീല കളർ ഫംഗി ബ്ലൂവിൻ്റെ ആണ്. ആ ഫംഗസൊക്കെ പോകാനാണ് ഫംഗി ബ്ലൂ ഉള്ളത്. ഇത് 3-4 തവണ കഴുകാൻ ഉണ്ടായാലും കഴിച്ചു. പിന്നെ ഉപ്പിടുന്നതെന്ന് വെച്ചാൽ നല്ലപോലെ ഓക്സിജൻ കിട്ടാനാണ്. നിങ്ങൾക്ക് ഉപ്പില്ലെങ്കിൽ നമുക്ക് കല്ലുപ്പുണ്ട്. ഇപ്പം ഞങ്ങളുടെ കല്ലുപ്പ് തീർന്നുകൊണ്ടാണ് സാധാ ഉപ്പ് ഇടുന്നത്. പിന്നെ ഈ സാധാ ഉപ്പ് കുറച്ച് ഡേഞ്ചറാണ്, കുറച്ച് തരാൻ പാടുള്ളൂ. ഇനി ഇതാ നമുക്ക് വെള്ളം നിറക്കാതായി. എൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ?
ഈ മുഷികളൊക്കെ വലുതായാൽ പുതിയ വാട്ടർ ടാങ്കൊക്കെ വെക്കാൻ ഇവിടെ കല്ലും ഇതൊക്കെ ഉണ്ട്. ടാർപ്പായൊക്കെ വിരിച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും വെക്കാം. കണ്ടേ നമ്മളെ മുഷിക്കുട്ടികളെ നല്ല ആക്റ്റീവ് ചെക്കന്മാരായിക്കണേ. നമ്മളിപ്പോൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് കല്ലുപ്പല്ല സാദോപ്പ് അല്ല കുറച്ച് സാദോപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിന് പിന്നെ ലൈഫ് ഫുഡ് നല്ല ഇഷ്ടമാണ് ഗൈസ്. നിങ്ങൾ ഈ ഗപ്പില്ലേ ചെറിയ മീൻ അതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല കിട്ടും, നല്ല റിസൾട്ട് അറിയും, നല്ല വലുതാവണതാണ്. ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടൊരു 2 ആഴ്ച 3 ആഴ്ച ആയിട്ടുള്ളൂ. ഞാൻ ഈ ഇതിനെ പിടിച്ചിട്ട് 2 ആഴ്ച 3 ആഴ്ച ആയിട്ടുള്ളൂ. കണ്ടോ ഗൈസ്? അയ്യോ വെള്ളം കൂടിയോ? ഇതിന് ആവശ്യത്തിന് വെള്ളം മാത്രം ഇട്ട് കൊടുക്കുക. വെള്ളം ഓവറായി ഇങ്ങനെ കളയാം, അല്ലെങ്കിൽ ചാടു ഗൈസ്. ഓക്കെ, ഇനി നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് മറന്ന് ഉപ്പിട്ടിട്ട് നല്ല ഇളക്കണം. ഇനി ഇത് ഇങ്ങനെയുള്ള ബക്കറ്റിന് ഈ ഫംഗി ബ്ലൂ 4 തുള്ളിയാണ് ഇട്ടിക്കേണ്ടത്. ഇവിടെ ഫുള്ള് കട്ടുറുമ്പാണ് ഗൈസ്. അപ്പം നമുക്ക് ഇത് 4 തുള്ളി ഇട്ടിക്കാം. ഇത് ഫുള്ള് താഴെ പോയിക്കണമെന്ന് തോന്നുന്നു. 1 2 3 4 10 പോടാ 10 ആയിട്ടില്ല. ഇത് പിന്നെ ഓവറായാൽ ഒരു കുഴപ്പമൊക്കെ ഉണ്ട്. ഓവറായാൽ ഇതാ ഗൈസ് കണ്ടോ, ഇതിപ്പോൾ ബ്ലൂ കളറായില്ലേ. ഇനി നമുക്ക് പതുക്കെ നമുക്ക് നമ്മളെ മുഷികളൊക്കെ എടുത്തിട്ട് ഇടാം ഇതിലേക്ക്. കണ്ട എൻ്റെ കൈ ഫുള്ളും ആ ഫംഗി ബ്ലൂ ആയി. ഇതാ കണ്ട നല്ല ഗ്രോത്ത് ഉണ്ട് മുഷികൾക്കൊക്കെ. ഇതിൻ്റെ വയറൊക്കെ നമുക്ക് അയ്യോ ഒരെണ്ണം ചാടിപ്പോയി ഗൈസ്. പെട്ടെന്ന് കേട്ടോ. ഇതാ ഇത് പിന്നെ എന്തുകൊണ്ടാണ് നെറ്റ് വെച്ചിട്ട് കോരാത്തതെന്ന് അറിയോ? ഇത് എന്തുകൊണ്ടാണ് നെറ്റ് വെച്ചിട്ട് കോരാത്തതെന്ന് അറിയോ? ഇതിൻ്റെ ഈ വേസ്റ്റ് ഇല്ലേ മുഷിൻ്റെ, അതും കൂടി നെറ്റിൽ കൂടി ഇതിക്കാവും. അതുകൊണ്ടാണ് നമ്മൾ കൈ വെച്ചിട്ട് ഇടുന്നത്. ഇത് പിന്നെ നമ്മൾ മാക്സിമം മുറിയാക്കാതെയാണ് ഇടുന്നത്. നമ്മളെ കുട്ടന്മാരൊക്കെ ഇപ്പോൾ നല്ല ആക്റ്റീവാണ്. ഇതെല്ലാവരും പിന്നെ ഇതാ നമ്മൾ ഓരോ മുഷികളെ ഇറക്കി വെക്കാണ്. ഇതാ എല്ലാ മുഷികളും ഇതാ നമ്മൾ ഇനി ഇറക്കി എല്ലാ മുഷികളും. പിന്നെ ഇത് അനങ്ങാതെ ഇങ്ങനെ കിടക്കണ്ടെങ്കിൽ ഒരു തുണിയും കൂടി ഇട്ടിക്കാം. സേഫ്റ്റിക്കാണ് ഗൈസ് ഇട്ടിക്കണത്. അത് ഇവിടുത്തെ ഈ കോഴികളൊക്കെ ഇവിടെ കൂടി വരുമ്പോൾ ഇത് പോണതാണ്. ഇതാണ് നമ്മളെ നെറ്റ്. ഇതിന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ നെറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസാണ്. ഞാൻ ലിങ്ക് ഇവിടെ ടാഗ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഈ മുഷികളൊക്കെ ഇന്ന് ഫീഡ് ചെയ്ത് നമുക്ക് ഇനി നാളെ ഫീഡ് ചെയ്യാം. ഓരിപ്പോൾ നല്ല പോലെ അത്ര ആക്റ്റീവ് അല്ല ഗൈസ്. ഇനി ഒരു ബ്രീത്തൊക്കെ എടുത്തിട്ട് സെറ്റ് ആയിക്കോളൂ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നേരെ മൂടി വെക്കാം സാധനങ്ങൾ. നമ്മളെ മുഷിക്കുട്ടികളൊക്കെ നമുക്ക് നേരെ മൂടി വെക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.